ഡിയർ ഫ്രണ്ട്സ്, കാസർഗോട്ടുകാരുടെ സ്വന്തം ചാനലായ KL14 മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കാസർഗോട്ടുകാരുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, ഗോതമ്പ് നുള്ളിയിട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണ്. കാസർഗോട്ടുകാർക്ക് പൊതുവെ അറിയുന്ന റെസിപ്പി ആയിരിക്കും, അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ഗോതമ്പ്, ഇടീ ഗോതമ്പുണ്ടല്ലോ, അത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ട് പിന്നെ നല്ലോണം കയ്യതിന് ശേഷം ഇത് പൊത്തിയിട്ട് വെക്കണം. ഞാനിവിടെ ഗോതമ്പെല്ലാം നന്നായിട്ട് കൈയിട്ട് എടുക്കുന്നുണ്ട്. കയ്യെ പിന്നെ മാത്രം കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഒരു 4 പ്രാവശ്യം കയ്യെ പിന്നെ നമുക്കിത് നിറച്ചും വെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. 8 മണിക്കൂറാണ് ഞാനിവിടെ പൊത്തിയിട്ട് വെക്കുന്നത്. 8 മണിക്കൂറാകുമ്പോൾ ഗോതമ്പെല്ലാം നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടും. ഇവിടെ 8 മണിക്കൂർ കഴിഞ്ഞിന് ഇനി നമുക്കിത് അരച്ചിട്ട് എടുക്കണം. ഞാൻ മിക്സിൻ്റെ ജാറിലാണ് അരച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വലിയൊരു മുറി തേങ്ങ കൂടി ഇട്ട് കൊടുക്കണം. തേങ്ങ കൂടുതലിട്ടത്ര ഈ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നെ ഒരു സവാളയില്ലേ, നീരുള്ളി, അതിൻ്റെ പാതി ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിന്. പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ 4 ഏലക്ക കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല പോലെ കുതിർന്ന് വന്നിട്ടുള്ള ഗോതമ്പ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ശർക്കര. ഞാൻ 350 ഗ്രാം എടുത്തിന്. നല്ല മധുരമുണ്ട്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റാക്കിയിട്ട് ചൂടാറിയ പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചിട്ടെടുക്കുന്നത്. രണ്ടും ശർക്കര പാനി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ശർക്കര പാനി തീർന്നെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ടെടുക്കാം. ആദ്യത്തെ ബാച്ച് തരിയോട് കൂടിയിട്ട് കഷ്ണമായിട്ട് അരച്ചിട്ടെടുക്കണം. രണ്ടാമത്തെ ബാച്ച് ഞാൻ നല്ല പോലെ നൈസാക്കിയിട്ട് അരച്ചിട്ടെടുക്കുന്നുണ്ട്. നമ്മൾ ഗ്രൈൻഡറിലല്ലെങ്കിൽ ഒരു മീഡിയം ഒതുങ്ങിയ പോലെ ഒരു അരവുണ്ടല്ലോ, ആ രീതിയിൽ അരച്ചിട്ടെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ആദ്യത്തെ നല്ല കഷ്ണമായിട്ട് അരച്ചിട്ടെടുത്ത് രണ്ടാമത് നൈസായിട്ട് അരച്ച് രണ്ടും കൂടിയിട്ട് മിക്സ് ആകുമ്പോൾ നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടും. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ നൈസായിട്ട് അരഞ്ഞിട്ടെടുത്തെങ്കിൽ നമുക്ക് ഈ റെസിപ്പി കഴിക്കാൻ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിൻ്റെ ഉള്ളെല്ലാം നല്ല സോഫ്റ്റും പുറമെല്ലാം നല്ല കറുമുറ ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് എടുത്തത്. ഗ്രൈൻഡറിൽ അരച്ചിട്ട് എടുക്കുന്ന ആളുണ്ടല്ലോ, അവർക്കിങ്ങനെ കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അരച്ചിട്ടെടുക്കാനെല്ലാം പറ്റും. മിക്സി ആകുമ്പോൾ ബ്ലേഡെല്ലാം കേടാവും. അങ്ങനെ കൂടുതൽ ബലം കൊടുക്കണ്ട, ഓവർ ഡ്യൂട്ടി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നത്. ഞാനിവിടെ അരച്ച മാവ് നല്ല പോലെ എണ്ണ ചൂടാക്കിയിട്ട് കൈയോട് നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലോണം മുങ്ങിക്കെടുക്കാൻ പാകത്തിന് ഒഴിച്ചു കൊടുക്കണം. നല്ല ചൂടുണ്ടാവണം. ആദ്യത്തെ ഒരു ലൈറ്റ് ഗോൾഡ് ആകുമ്പോൾ മറിച്ചിടുമല്ലോ, ഇനി മീഡിയം തീയാക്കി കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഗോൾഡ് കളറായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. ഇതൊരു നൊസ്റ്റാൾജിയ റെസിപ്പിയാണ്. പണ്ട് കാലങ്ങളിലെ എൻ്റെ ഉമ്മ, മാമ എല്ലാവരും ഉണ്ടാക്കി കാണുന്ന ഒരു കിടിലൻ ഐറ്റമാണിത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ബാക്കിയുള്ള മാവും നമുക്ക് ഇതേപോലെ തന്നെ ചുട്ടിട്ടെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എണ്ണ കിടുന്ന സമയത്ത് എണ്ണ നല്ല ചൂടുണ്ടാവണം. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തീയൊന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ചു വിട്ടിട്ടാണ് നമ്മൾ ഇത് വേവിച്ചിട്ടെടുക്കുന്നത്. നല്ല കായ്ച്ചിട്ടെടുക്കണം, ക്രിസ്പി ആയിട്ട് കിട്ടണം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും ഇത്. അകം ഭാഗമെല്ലാം നല്ല സോഫ്റ്റും പുറം ക്രിസ്പി ആവാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അപ്പക്കറിയിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റും നല്ല സ്ട്രക്ചറലും ആയിട്ടുണ്ടാവും. ഞാൻ ഇട്ട് കൊടുത്തിട്ടാൽ നിങ്ങൾ അങ്ങനെ ഒരു പ്രാവശ്യം ചുട്ട് നോക്ക്, ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ചിലപ്പോൾ ഇട്ട് കൊടുക്കലുണ്ട്, ഇന്ന് ഇട്ട് കൊടുത്തിട്ടില്ല. എല്ലാം നല്ലോണം മൊരിഞ്ഞ് വരുമ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിടണം. അപ്പം മാത്രമേ നല്ലോണം കാഞ്ഞിട്ട് മൊരിഞ്ഞിട്ട് കിട്ടുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യമെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം. പിന്നെ ഈ റെസിപ്പി ഉണ്ടാക്കുമ്പോൾ കുറേ സമയം അരച്ചിട്ട് വെക്കൊന്നും വേണ്ട. അരച്ച പാടന്നെ നമുക്ക് ചുട്ടിട്ടെടുക്കാം. മാത്രം കുതിർത്തി വെച്ചെങ്കിൽ നമുക്ക് മിക്സിയിൽ പെട്ടെന്ന് അരിഞ്ഞിട്ട് കിട്ടും. അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇതിലേക്ക് തേങ്ങ, ഉള്ളി, ജീരകം ഇട്ടതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റും നല്ലൊരു ഫ്ലേവറുമാണ്. സാധാരണ ഉണ്ടാക്കാത്ത എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ കാസർഗോട്ടുകാർ പൊതുവെ എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ്. എന്നാലും കുറേ ഇപ്പോഴത്തെ ആൾക്കാർക്കെല്ലാം ഉണ്ടാക്കാൻ അറിയാത്ത ആളെല്ലാം ഉണ്ടാവും. അപ്പോൾ അവരെല്ലാം ഇതൊന്നും ഉണ്ടാക്കിയിട്ട് നോക്കണം. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കണം.
അപ്പോൾ ഞാൻ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും റെസിപ്പി, കാസറോട്ട റെസിപ്പി ഉണ്ടല്ലോ, അറിയാത്തതുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തെങ്കിൽ ഞാൻ ഏത് രീതിയിലായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാനൊരു നെയ്പ്പത്തലിൻ്റെ റെസിപ്പി, നെയ്യപ്പത്തിൻ്റെ റെസിപ്പി എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മളെ കാസറോട്ട സ്റ്റൈലിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാം സെർച്ച് ആക്കിയിട്ടൊന്ന് നോക്കണം. ഭയങ്കര ടേസ്റ്റിലും പെർഫെക്റ്റിലാണ് ഞാൻ റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമ്മളെല്ലാവരും സാധാരണ പറയില്ലേ, സബ്സ്ക്രൈബ് ആക്കണം, ലൈക്ക് ആക്കണം, ഷെയർ ആക്കണം എന്ന്. ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട്. കമൻ്റ് ഇടുമല്ലോ, ആ ഭാഗം ലെഫ്റ്റിലേക്ക് വലിച്ചെങ്കിൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതൊന്ന് പ്രസ്സാക്കിയിട്ട് കൊടുക്കണം. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങൾ നല്ല നല്ല കമൻസ് എല്ലാം ഒന്ന് ഇട്ടെങ്കിൽ എൻ്റെ ചാനൽ മുകളിലേക്ക് പോവും. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ടും സഹകരണവും ഉണ്ടാവണം. മാക്സിമം ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിലും ഇഷ്ടമല്ല എങ്കിലും റിപ്ലൈ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. വീണ്ടും കാണാം. ബൈ ബൈ.